പ്രിയ സഹോദരങ്ങളെ നമസ്തേ. ജീവിതം രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ കിടന്ന് ബുദ്ധിമുട്ടി പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് നേർച്ചകളും വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ടും ഒരു കാര്യത്തിനും ഒരു തീരുമാനമാകാതെ കിടക്കുമ്പോൾ, എത്ര കാശ് മുടക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എന്ത് ചെയ്യുന്നില്ല, അവരവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. ആഗ്രഹിച്ചൊരു കാര്യം നിലവാരത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ അത് ശരിക്കും പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു മുറിവിൻ്റെ മേലിൽ വെറുതെ മരുന്ന് വെച്ച് കെട്ടി പെട്ടെന്ന് അത് പൊറുക്കും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് സുഖപ്പെടുമെന്നുള്ള രീതിയിൽ ആ മുറിവിൻ്റെ മേളിൽ മരുന്ന് വെച്ച് കെട്ടിയാൽ ഒരിക്കലും അത് ഒരു ഇൻഫെക്ഷനിലേക്ക് വരുമല്ലാണ്ട് നമുക്കത് പെട്ടെന്ന് പുറത്ത് കിട്ടുന്നൊരു കാര്യം വരികയില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ചിലപ്പോൾ വീടിൻ്റെ പ്രശ്നമാകാം, സ്ഥലത്തിൻ്റെ പ്രശ്നമാകാം, വ്യക്തികളുടെ പ്രശ്നമാകാം. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, ഓരോ വിഷയങ്ങളുണ്ട്, ദോഷങ്ങളുണ്ടാകാം. എന്താണെന്ന് നമ്മളറിയാണ്ട് അതിൻ്റെ മേളിൽ ഓരോരുത്തരടുത്ത് ചെന്ന് പറയും, ഞങ്ങൾക്കൊരു മെച്ചമില്ല, ഞങ്ങൾക്കൊരു ഉയർച്ചയില്ല, ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് എല്ലാവർക്കും വേണ്ടതിനനുസരിച്ചാൽ പെട്ടെന്ന് കാര്യം നടക്കുക എന്നുള്ളതാണ്. പെട്ടെന്നെന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്താൽ നാളെ കാര്യങ്ങൾ നടക്കാനുള്ള ചിന്താതിൽ അവർ എത്ര കാശ് കൊടുത്തു വേണമെങ്കിലും എന്ത് ചെയ്തും അവരെന്ത് ചെയ്യും, സർവ്വകർമ്മങ്ങളും കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. അത് ചെയ്ത് കൊണ്ടുവന്ന് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ അവരെന്തിലേക്ക് പോവുക, പിന്നെയും കൂപ്പ കുത്തി പോവുകയാണ്. ഒരു മെച്ചം ഉണ്ടാവില്ല. കാരണം പൈസ പോകുന്നതല്ലാണ്ട് ഒരു മെച്ചവും അവരുടെ ജീവിതത്തിൽ അവർ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നില്ല. അതൊരു ഒരു സത്യമാണ്. അങ്ങനെ ഒരുപാട് വിഷമിച്ച് കിടക്കുന്ന ഓരോ കുടുംബങ്ങളുണ്ട്. കാരണം ജോലി തടസ്സം, വിവാഹ തടസ്സം, സാമ്പത്തിക തടസ്സം, കടഭാരം, വീട്ടിൽ സ്വൈര്യമില്ലാഴിക, സ്വസ്ഥതയില്ലാഴിക, വഴക്ക്, അലമ്പ്, മദ്യപാനം, സർവ്വ പ്രശ്നങ്ങളും ഊടാടിക്കൊണ്ടിരിക്കും. നമ്മൾ ചെന്ന് കയറുന്നത് മുഴുവൻ ഓരോ പ്രശ്നങ്ങളിലേക്കായിരിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. ചിലത്തിൽ നോക്കുമ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല, ആ സ്ഥലത്ത് താമസിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ അവിടുന്ന് സ്ഥലം മാറിക്കോ, വീട് വിറ്റോ, വീട്ടിൽ നിന്ന് മാറിക്കോ. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. നമ്മളിപ്പം ഒരു വീട്ടിൽ താമസിക്കുകയാണ്, അവിടുന്ന് പെട്ടെന്ന് മാറണം, വേറൊരിടത്തേക്ക് മാറ്റി താമസിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. പണ്ടൊരു നാട്ടുഭാഷയുണ്ട്, പശുവിനെ തൊഴുത്ത് മാറ്റി കെട്ടിയാൽ അത് പ്രസവിക്കുമോ? ഒരിക്കലുമില്ല. കാരണം പശു മച്ചിയാണ്. അപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഒരു പഴമൊഴിയാണ് ഞാൻ പറഞ്ഞത്. വേറെ ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ഇതിനൊരു കാരണം എന്താണെന്ന് കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായിട്ട് ബന്ധപ്പെടുക. എന്ത് കാര്യമാണെങ്കിലും അതിന് ശാശ്വതമായൊരു പരിഹാരം നമുക്കത് നോക്കി കണ്ടുപിടിച്ച് നിങ്ങളെ കൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി നിങ്ങളെ രക്ഷപ്പെടുത്തി തരും. അതും നിങ്ങൾ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട. അങ്ങനെയുള്ള കുടുംബങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെട്ടില്ല, വളരെ പ്രയാസപ്പെട്ട് മനോവിഷമത്തിൽ പ്രയാസങ്ങളിൽ കിടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായിട്ട് ബന്ധപ്പെടണം, കണക്ട് ചെയ്യണം. ഞാൻ അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കാം, കാര്യങ്ങളൊന്ന് നോക്കാം. പ്രത്യേകിച്ചും പറയാൻ ഞാൻ ജ്യോത്സ്യനല്ല. അതുകൊണ്ട് ഒരു പരിധിവരെ ഇതൊരു ട്രീറ്റ്മെൻറ്റാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പല വഴിയിലുണ്ട്, പല രീതികളിലുണ്ട്. എല്ലാത്തിലും ഒരുപോലെയല്ല. അതുകൊണ്ട് ഞാനുമായിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള വിഷയങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും ആ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല, പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ സമീപിക്കുക.